നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് വാല്യുവേഷൻ അപ്ഡേറ്റ്സ് ആണ്. നമുക്കറിയാം +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് മെയ് 8 വെള്ളിയാഴ്ച വരുവാണ് 2026. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ എങ്ങനെയായിരിക്കും റിസൾട്ട് നല്ല സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണോ അതോ ലിബറൽ വാല്യുവേഷൻ ആണോ, തോൽവിയാണോ, നമ്മളൊക്കെ ജയിപ്പിച്ച് വിടുവോ? ഇതിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ, കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കണം. +1 വാല്യുവേഷൻ അധ്യാപനം എന്നുള്ള രീതിയിൽ പല ജില്ലകളിലെ അധ്യാപകർ, വാല്യുവേഷൻ നടത്തിയ അധ്യാപകർ, നമ്മുടെ സുഹൃത്ത് അധ്യാപകരെല്ലാം പറഞ്ഞത് അത്ര സിമ്പിൾ വാല്യുവേഷൻ ഒന്നും അല്ല +1 ഇംപ്രൂവ്മെന്റ് വാല്യുവേഷൻ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മെയ് 8 വരുന്നത് അത്ര എളുപ്പമുള്ള വാല്യുവേഷൻ ഒന്നും അല്ല. ലിബറലായിട്ട് അങ്ങ് വാരി കോരി മാർക്കൊന്നും തന്നിട്ടില്ല. അത് ഒരു പരീക്ഷകൾക്കും തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് സയൻസിലെ ആയാലും, ഇപ്പം ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബോട്ടണിയോ സുവോളജിയോ ഇംഗ്ലീഷോ തിരിച്ച് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒരു സബ്ജക്റ്റുകൾക്കും വാരിക്കോരി മാർക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇമ്പ്രൂവ്മെന്റ് എഴുതിയ ഒരുപാട് കുട്ടികൾ കുറച്ച് പേര് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കുറേ കുട്ടികൾ ഫെയിലായിട്ടുണ്ട്, നല്ല ശതമാനം കുട്ടികളും ഫെയിലായിട്ടുണ്ട്. അന്നേരം അങ്ങനെയുള്ളവർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമ്മൾ പറയത്തില്ലയോ, എല്ലാത്തിനും പ്രതിവിധികളുണ്ട്, എല്ലാത്തിനും കാര്യമായിട്ടുള്ള നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടി ഗംഭീര മാർക്ക് മേടിക്കാൻ നമുക്ക് സമയമുണ്ട്. ഇപ്പം +1ഉം +2ഉം തോറ്റ കുട്ടികളാണെങ്കിൽ, +1 വന്നു +2ന്റെ റിസൾട്ടും വന്നു തോറ്റ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് +2ൽ ധൈര്യമായിട്ട് സേ എഴുതാം. എന്നിട്ട് നല്ല മാർക്ക്, ഡബിൾ പാസ് മാർക്ക് അതിനകത്തങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വേണ്ട. ഇനി +1ൽ തോറ്റു, നമ്മൾ കുറേ വിഷയങ്ങൾക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാർച്ചിൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല അടുത്ത വർഷം ഞാൻ ഒരുപാട് കൊല്ലമായിട്ട് പറയുന്നതാണ്, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പറയുന്നതാണ്, സേ കുട്ടികളോട് പ്രത്യേകിച്ചും അടുത്ത വർഷം പൂർണ്ണമായിട്ടും +1 ടെക്സ്റ്റ് എല്ലാം മാറുക. ഭയങ്കരം കാഠിന്യമേറിയ സിലബസിലോട്ടാണ് കയറുന്നത്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. അന്നേരം നിങ്ങൾ +1 റിസൾട്ട് വരട്ടെ, എന്തായാലും ഗംഭീരമായിട്ട് ശ്രദ്ധിക്കണം. വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി പാളും. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയില്ലെങ്കിൽ സിലബസ് മാറുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജയിച്ചെടുക്കാൻ പാടാണ്. ഇപ്പം പഠിച്ചു പോയാൽ നിങ്ങൾ ജയിച്ചു. അന്നേരം ഇതെല്ലാം കരുതിയിരിക്കുക. 8 റിസൾട്ട് വരുമ്പം എല്ലാവരും ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം എല്ലാം റെഡി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അധ്യാപനം എന്നുള്ള രീതിയിൽ നമ്മളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നെവർ എവർ ഗിവ് അപ്പ്.